നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുഡാനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46ഓളം ആളുകൾ മരിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായ വാർത്തയാണ് പുറത്തുവരുന്നത്. സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ദുരന്തത്തിനിരയായത്. ഖാർത്തൂമിലെ ഓം ദുർമാൻ നഗരത്തിന് സമീപമുള്ള സൈനിക വിമാനത്താവളത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് സൈനിക വിമാനം തകർന്നു വീണത്. പ്രാദേശികനായ ഒരാളുടെ വീട്ടിലേക്കാണ് വിമാനം തകർന്നു വീണതെന്നാണ് വിവരം. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 10 പേർക്ക് പരിക്കേറ്റെന്നും സൂചനയുണ്ട്. മരിച്ചവരിൽ സീനിയർ കമാൻഡറായ മേജർ ജനറൽ ബഹർ അഹമ്മദും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സൈന്യം വ്യക്തമാക്കി. ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. സൈന്യവും പാരാമിലിറ്ററിയും തമ്മിലുള്ള പോരാട്ടങ്ങളും വർഷങ്ങളായി സുഡാനിൽ നടക്കുന്നുണ്ട്. സൗത്ത് ഡാർഫറിലെ നയാലയിൽ റഷ്യൻ നിർമ്മിത ഇലൂഷ്യൻ വിമാനം വെടിവെച്ചിട്ടതായി പാരാമിലിറ്ററി വിഭാഗം അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഖാർത്തൂമിലെ ഓം ദുർമൻ നഗരത്തിന് സമീപമുള്ള സൈനിക വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് അപകടം അല്ലെങ്കിൽ വിമാനം തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിൽ സൈനികർക്ക് പുറമെ സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മേജർ ജനറൽ ബഹർ അഹമ്മദ് അപകടത്തിൽ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം തകർന്നതെന്നാണ് സുഡാനിലെ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. ഓംദുർമാനിലെ വാദി സെയ്ദന എയർബേസിൽ നിന്ന് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകമാണ് തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട്. 2023 ഏപ്രിൽ മുതൽ സൈന്യവും പാരാമിലിറ്ററിയും തമ്മിൽ അവിടെ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്ന രാജ്യമാണ് സുഡാൻ. വിമാനം തകർന്നതിന് ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് സൈന്യത്തിന്റെ റഷ്യൻ നിർമ്മിത എലൂഷ്യൻ വിമാനം പാരാമിലിറ്ററി വിഭാഗമായ RSF വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അതിലുണ്ടായിരുന്ന സൈനികരടക്കം അന്ന് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. RSFും സൈന്യവും തമ്മിൽ പോരാട്ടം നടക്കുന്ന മേഖല കൂടിയാണ് ഖാർത്തൂം. നിരവധി വീടുകൾക്കും സമീപത്തിപ്പോൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി വിതരണവും താറുമാറായി. പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാത്രി തലസ്ഥാനമായ ഖാർത്തൂമിന് സമീപമുള്ള ഓം ദുർമാൻ നഗരത്തിലായിരുന്നു സംഭവം. കരാരി ജില്ലയിലെ വാഡി സെയ്ദന മിലിറ്ററി എയർപോർട്ടിൽ നിന്നും ആന്റനോവ് മോഡൽ വിമാനം പറന്നുയർന്നതിന് പിന്നാലെ നിലം പതിക്കുകയായിരുന്നു. അപകട കാരണം ഇതുവരെയായിട്ടും വ്യക്തമല്ല. വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചെന്നാണ് സൂചന. സുഡാൻ സൈന്യവും അർദ്ധസൈനികവും വിഭാഗവുമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതിനാൽ തന്നെ അട്ടിമറി സാധ്യതയും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം സൗത്ത് ദാർഫിലെ നയാലയിൽ സൈന്യത്തിന്റെ റഷ്യൻ ഇലൂഷ്യൻ വിമാനവും ഇത്തരത്തിൽ വെടിവെച്ചിട്ടിരുന്നു. ഖാർത്തൂമിലും മധ്യ സുഡാനീസ് നഗരങ്ങളിലും RSFിനെതിരെ സൈന്യത്തിന്റെ മുന്നേറ്റം ശക്തമായിരിക്കുകയാണ്. 2023 ഏപ്രിൽ മുതലാണ് രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുവരെ 1,50,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് കണക്കുകൾ. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള വിമാന അപകടത്തിലും ഇനിയും മരണനിരക്ക് ഏറാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൈനിക വൃത്തങ്ങളടക്കം നൽകുന്ന സൂചന.